ഇന്ന് മെയ് മാസം 13-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഫാത്തിമ മാതാവിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു. മരിയ ഭക്തി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അമ്മയില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. നമുക്കിന്ന് പ്രത്യേകമായി ഫാത്തിമ മാതാവിൻ്റെ പ്രത്യേകമായ കൃപാവരങ്ങൾ യാചിക്കാം. അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ. മേരി നാമധാരികളായ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. ഫാത്തിമയുടെ മണ്ണിലൂടെ നമുക്കൊരു തീർത്ഥയാത്ര നടത്തുകയും ചെയ്യാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഫാത്തിമ മാതാവ് പരിശുദ്ധ കന്യകാ മറിയത്തിന് കത്തോലിക്ക തിരുസഭ നൽകിയ നാമനിർദ്ദേശമാണ് ഫാത്തിമ മാതാവ് അഥവാ അവർ ലേഡി ഓഫ് ഹോളി റോസറി ഓഫ് ഫാത്തിമ. 1917 പോർച്ചുഗലിലെ ഫാത്തിമയിലെ കോവ ദ ഇരിയ എന്ന പ്രദേശത്ത് 3 കുട്ടികൾക്കുണ്ടായ മറിയത്തിന്റെ പ്രത്യക്ഷപ്പെടൽ അടിസ്ഥാനമാക്കിയാണ് ഈ നാമനിർദ്ദേശം നടന്നത്. ജസീന്ത, ലൂസിയ, ഫ്രാൻസിസ്കോ എന്നീ 3 കുട്ടികൾക്ക് മുൻപിലാണ് ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ആടുമേക്കലായിരുന്നു ഇവരുടെ ജോലി. 6 പ്രാവശ്യം ഈ കുട്ടികൾക്ക് മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. 1917 മെയ് 13-നും ഒക്ടോബർ 13-നുമായിരുന്നു പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകൾ. കത്തോലിക്ക വിശ്വാസികൾ പീഡനങ്ങളെ നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഫാത്തിമ എന്ന ചെറിയ ഗ്രാമത്തിൽ മാതാവിന്റെ ഈ അത്ഭുതം നടക്കുന്നത്. ആ നൂറ്റാണ്ടിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും രക്ഷയുടെ സന്ദേശവുമായിട്ടായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. തന്റെ സന്ദേശം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ശാന്തവും സമാധാനവുമായ ജീവിതവും ഒപ്പം ആത്മാക്കൾക്ക് സ്വർഗപ്രവേശനവും സാധ്യമാകുമെന്ന് പരിശുദ്ധ അമ്മ ഉറപ്പ് നൽകി. പാപത്തിനുള്ള ശിക്ഷയാണ് യുദ്ധങ്ങളും ദുരിതങ്ങളുമെന്ന് പരിശുദ്ധ അമ്മ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ ദുരിതങ്ങളും സങ്കടങ്ങളും അകലുമെന്നും അമ്മ തന്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. 1930 ഒക്ടോബർ 13-ന് ബിഷപ്പ് ജോസ് ആൽവാസ് കൊറിയ ദ സിൽവ സംഭവങ്ങൾ വിശ്വസിക്കുവാൻ യോഗ്യമാണെന്ന് പ്രഖ്യാപിച്ചു. 1946 മെയ് 13-ന് പയസ് 12-ാമൻ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക നിയമജ്ഞനായ കർദിനാൾ ബെനദത്തോ അലോസി മസല്ല ഫാത്തിമയിലെ അപ്പാരിഷൻസ് ചാപ്പലിൽ പ്രതിഷ്ഠിച്ച ആരാധന രീതിക്ക് ഒരു കനോനിക്കൽ കിരീടധാരണം നൽകുകയും 1954 നവംബർ 11-ന് മാർപ്പാപ്പയുടെ ഹ്രസ്വമായ ലൂസർ സൂപ്പർണ പ്രഖ്യാപനം വഴി ഫാത്തിമയിൽ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലത്തെ പള്ളിയെ ഒരു ചെറിയ ബസലിക്കയുടെ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. 1930കളിൽ പ്രസിദ്ധീകരിച്ച ലൂസിയ ദോ സാന്തോസിന്റെ ഓർമ്മക്കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ട കന്യകയിൽ നിന്ന് വന്നതാണെന്ന് അവർ അവകാശപ്പെടുന്ന 2 രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. മൂന്നാമത്തെ രഹസ്യം 1960-ൽ കത്തോലിക്ക സഭ വെളിപ്പെടുത്തി. ഫാത്തിമയിൽ സംഭവിച്ചത് വലിയ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. ദർശനത്തിൽ ഭാവിയിൽ ലോകത്തിൽ പലയിടത്തും യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും എല്ലാവരും വിശ്വാസം കൈവിടാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ കന്യക വെളിപ്പെടുത്തി. പ്രത്യേകിച്ച് റഷ്യയെ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കണമെന്ന് കന്യക നിർദ്ദേശിച്ചതായിട്ട് കുട്ടികൾ വെളിപ്പെടുത്തി. ഫാത്തിമയിലെ ദർശനങ്ങൾ ലോകത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണെന്ന് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പിന്നീട് അഭിപ്രായപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിൽ പിന്നീട് സംഭവിച്ച പല കാര്യങ്ങളും ഫാത്തിമയിലെ ദർശനത്തിൽ മാതാവ് വെളിപ്പെടുത്തിയതായിരുന്നു.
ചുറ്റുവട്ടങ്ങളിലൊക്കെ ജപമാല പ്രദക്ഷിണവുമായിട്ട് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. നമ്മളിന്ന് ആയിരിക്കുന്ന ഇടത്ത് ആയിരുന്നു കൊണ്ട് തന്നെ ജപമാലയുടെ ഒപ്പം അമ്മയെ വണങ്ങുവാനും ദൈവസന്നിധിയോട് ചേർന്നിരുന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. കുരിശിൻ്റെ താഴെ അണയുവാനുള്ള വലിയ നന്മ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ അമ്മേ, ഫാത്തിമ മാതാവിൻ്റെ വലിയ വിശുദ്ധിയും നന്മയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ, കുടുംബങ്ങളിൽ യുദ്ധങ്ങൾ, കലഹങ്ങൾ, പരിഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നന്മയുടെ ഒരു ഭാഗമാകുവാൻ അമ്മയുടെ കൃപ നമുക്ക് യാചിക്കാം. ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ദൈവസന്നിധിയോട് ചേർന്നിരുന്ന ദേവാലയ സന്നിധിയിൽ അമ്മ ശരണപ്പെട്ടതുപോലെ നമുക്ക് ശരണപ്പെടാം. ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. ഇന്ന് ദിനത്തിൻ്റെ എല്ലാ മഹിമയും ആസ്വദിക്കുവാനായിട്ട് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അമ്മ മാതാവേ, നമ്മുടെ വലിയ സാന്നിധ്യവും കൃപയും ഒക്കെ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഈ പ്രാർത്ഥന കാരണമാവട്ടെ. ഇന്ന് ഇടത്ത് ഞങ്ങളായിരിക്കുമ്പോൾ അമ്മയോടൊപ്പം ആയിരിക്കുന്ന വലിയ നന്മ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടെ അമ്മയുടെ ആ വലിയ കൃപ ഞങ്ങൾക്ക് അനുഗ്രഹമാവട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.